വെൽക്കം ടു ബാങ്കിങ് PSC ഇൻസൈറ്റ്സ്. കേരള ബാങ്ക് ക്ലർക്ക്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, CSEB എക്സാംസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വരുന്ന എക്സാമിന് വേണ്ടുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സിലബസിൽ പാർട്ട് 2 ബാങ്കിങ്ങിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ് ഓർ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിനകത്തിൽ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് തുടങ്ങാം. ഇറ്റാലിയൻ വേർഡ് ബാങ്കോ, ലാറ്റിൻ വേർഡ് ബാങ്കസ്, ജർമ്മൻ വേർഡ് ബാങ്ക്, ഫ്രഞ്ച് വേർഡ് ബാങ്ക്യോ. അപ്പോൾ അങ്ങനെ പല വേർഡ്സിൽ നിന്നാണ് ഈ ബാങ്ക് BANK എന്നുള്ള വേർഡ് ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇറ്റാലിയൻ വേർഡ് ബാങ്കോ എന്നുള്ള വേർഡിൻ്റെ മീനിങ് അക്യുമുലേഷൻ ഓഫ് മണി എന്നാണ്. ലാറ്റിൻ വേർഡ് ബാങ്കസിൻ്റെ മീനിങ് ബാങ്ക് അല്ലെങ്കിൽ ബെഞ്ച് എന്നാണ്. ജർമ്മൻ വേർഡ് ബാങ്കിൻ്റെ മീനിങ്ങും ബെഞ്ച് എന്നാണ് വരുന്നത്. ഫ്രഞ്ച് വേർഡ് ബാങ്ക്യുവിൻ്റെ മീനിങ് ബെഞ്ച് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് ടേബിൾ എന്നാണ്. ഈ 4 വേർഡിന് മീനിങ് വരുന്നത് ഏകദേശം ബെഞ്ച് അല്ലെങ്കിൽ മണി ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മീനിങ്സ് ആണ് ഈ 4 വേർഡ്സിന് വരുന്നത്. BANK എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്കിൻ്റെ ഒറിജിൻ ഈ 4 വേർഡ്സിൽ നിന്നാണെന്ന് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ആൻസെസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്കിനെ പറ്റി നോക്കാം. മെർച്ചൻ്റ് ബാങ്ക്സ്, മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത്, ഇത് മൂന്നുമാണ് മോഡേൺ ബാങ്കിൻ്റെ ആൻസെസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന മെർച്ചൻ്റ് ബാങ്ക്സിൽ ആദ്യമേ അവർ ട്രേഡേഴ്സ് ആയിരുന്നു. പിന്നീടാണ് അവർ ഫോറിൻ ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസ് സപ്ലൈ ചെയ്യുന്ന ഫിനാൻഷ്യൽസ് ആയിട്ട് മാറിയത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ മണി ലെൻഡേഴ്സിൽ അവർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മണി സപ്ലൈ ചെയ്യുമായിരുന്നു. തേർഡ് നമ്മൾ പറഞ്ഞ ഗോൾഡ് സ്മിത്ത്, നമ്മുടെ കയ്യിലുള്ള വാല്യൂബിൾസ് ഒക്കെ അവർ സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ക്യാഷ് നമുക്ക് തരും, നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാഷ് തരും. അതാണ് ഗോൾഡ് സ്മിത്ത് ചെയ്തിരുന്നത്. ഗോൾഡായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് വാല്യൂബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആധാരം പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് മണി സപ്ലൈ ചെയ്യുന്നവരായിരുന്നു ഗോൾഡ് സ്മിത്ത്. ഇനി ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് 1157 ആരംഭിച്ച ബാങ്ക് ഓഫ് വെനീസ് ആണ്. ദ ഓൾഡസ്റ്റ് ബാങ്ക് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ്, അതായത് ഏറ്റവും പഴക്കം ചെന്ന ബാങ്ക് ഇപ്പോഴും നിലകൊള്ളുന്നതായിട്ടുള്ളതാണ് ബാങ്ക മോണ്ടെ ഡെയ് പാഷി ഡി സിയാന എന്ന് പറയുന്നത്. അത് 1472 ആരംഭിച്ചത്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ 1770 സ്ഥാപിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഇൻ ദ മോഡേൺ സെൻസ് എന്ന് പറയുന്നത് 1806 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിൽ സ്ഥാപിച്ച ബംഗാൾ പ്രസിഡൻസി ബാങ്കാണ്. ഫാദർ ഓഫ് മോഡേൺ ബാങ്കിങ് എന്നറിയപ്പെടുന്നത് ഹക് മക്ലൗച്ച് എന്ന് പറയുന്ന ആളാണ്. ഹക് മക്ലൗച്ച് ഫാദർ ഓഫ് മോഡേൺ ബാങ്കിങ്. പ്രസിഡൻസി ബാങ്ക്സ് എന്നറിയപ്പെടുന്നത് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ ആണ്. ഈ പ്രസിഡൻസി ബാങ്ക്സ് 1921 അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. 1955 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് ATM സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് HSBC ബാങ്ക്. അത് 1987 ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ICICI ബാങ്കാണ്. 1996 ICICI ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1980 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാങ്ക് UTI ആണ്, അതായത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. 1963 മ്യൂച്വൽ ഫണ്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് ISO സർട്ടിഫിക്കറ്റ്, ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ബാങ്കാണ് കാനറ ബാങ്ക്. 1996 കാനറ ബാങ്കിന് ISO സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഫസ്റ്റ് സേവിങ്സ് ബാങ്ക് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രസിഡൻസി ബാങ്കാണ്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലണ്ടനിലാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1946 ബാങ്ക് ഓഫ് ഇന്ത്യ ലണ്ടനിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ബാങ്കിങ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് HDFC ബാങ്കാണ്. ആദ്യമായിട്ട് ചെക്ക് ഫെസിലിറ്റി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1983 ബംഗാൾ ബാങ്കാണ്. ആദ്യത്തെ ടോക്കിംഗ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗുജറാത്തിലെ വസ്ട്രാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2012 ജൂൺ 6 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായിട്ടൊരു ടോക്കിംഗ് ATM പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്നത്. ബ്രിട്ടൻ്റെ ഗ്രീൻ ബോണ്ട് അവാർഡും RBIയുടെ ഗ്രീൻഫീൽഡ് ബാങ്ക് ലൈസൻസ് അവാർഡും നേടിയ ബാങ്കാണ് യെസ് ബാങ്ക്. ഫസ്റ്റ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബാങ്കിങ് സിസ്റ്റംസ് ഒന്ന് നോക്കാം.
പ്രധാനമായിട്ടും യൂണിറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ് എന്നിങ്ങനെയാണ് ബാങ്കിങ് സിസ്റ്റംസ് വരുന്നത്. ഇതല്ലാതെയും ബാങ്കിങ് സിസ്റ്റംസ് വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, നാരോ ബാങ്കിങ്, അങ്ങനെ പലതരം ബാങ്കിങ് സിസ്റ്റംസും വരുന്നുണ്ട്. നമുക്ക് ഓരോ ബാങ്കിങ് സിസ്റ്റംസിനെ പറ്റിയിട്ടും നോക്കാം. ആദ്യമായിട്ട് വരുന്നത് യൂണിറ്റ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിന് ഒരു ഓഫീസ് മാത്രമേ കാണുള്ളൂ, അതിന് മറ്റ് ബ്രാഞ്ചസ് ഒന്നും കാണില്ല. അപ്പോൾ വർക്ക്സ് വിത്ത് സിംഗിൾ ഓഫീസ് ആൻഡ് ഡു നോട്ട് മെയിൻറ്റെയിൻ ബ്രാഞ്ചസ്, അതാണ് യൂണിറ്റ് ബാങ്കിങ് വരുന്നത്. യൂണിറ്റ് ബാങ്കിങ് ഡെവലപ്പ് ചെയ്തത് USA-യിലാണ്. യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ഇനി അടുത്ത ബാങ്കിങ് സിസ്റ്റമാണ് ഗ്രൂപ്പ് ബാങ്കിങ്. ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ ബാങ്കുകളെ ഒന്നിച്ച് ഒരു ഹോൾഡിംഗ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നതിനെയാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. ചെയിൻ ബാങ്കിങ്ങിൽ രണ്ടിൽ കൂടുതലോ ബാങ്കിനെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ അണ്ടറിൽ കൺട്രോൾ ചെയ്ത് പോകുന്നതിനെയാണ് ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ചെയിൻ ബാങ്കിങ്ങിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോമാണ് ഗ്രൂപ്പ് ബാങ്കിങ്. ഗ്രൂപ്പ് ബാങ്കിങ്ങും ചെയിൻ ബാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പ് ബാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. ചെയിൻ ബാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനി അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഡിവൈസ്, അതായത് ഇപ്പം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അങ്ങനെ വരുന്ന കൺട്രോളിലായിരിക്കും ചെയിൻ ബാങ്കിങ് ഉണ്ടായിരിക്കുക. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ ഒരു ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിൽ കുറേയേറെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ഓഫ് ബാങ്ക് ബ്രാഞ്ചസ് ആർ കൺട്രോൾഡ് ബൈ എ ഹെഡ് ഓഫീസ്. ആദ്യമേ യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് ബ്രാഞ്ച് ഒന്നുമില്ലാതെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുമ്പോൾ അതിനേറെ ബ്രാഞ്ചസ് ഉണ്ടാവും. അതൊരു ഹെഡ് ഓഫീസ് ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. ബ്രാഞ്ച് ബാങ്കിങ്ങിനെ വിളിക്കുന്ന പേര് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും ഒക്കെ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. റീറ്റെയിൽ ബാങ്ക് ഈസ് ഓൾസോ നോൺ ആസ് കൺസ്യൂമർ ബാങ്ക്. കസ്റ്റമർക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു ചെറിയ ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോക്കൽ ബാങ്കോ അല്ലെങ്കിൽ നാഷണൽ ബാങ്കോ ആവാം ഈ റീറ്റെയിൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്, ദേ പ്രൊവൈഡ് ഓൾ ബാങ്കിങ് ഫെസിലിറ്റീസ് ആൻഡ് ദെയർ മേജോറിറ്റി ബിസിനസ് റിലേറ്റഡ് ടു ലെൻഡിങ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ദെയർ മെയിൻ ഫംഗ്ഷൻ ഈസ് ടു മാനേജ് ട്രേഡ് ഓഫ് സ്റ്റോക്ക്, കോർപ്പറേറ്റ് ഫിനാൻസ്, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എക്സെട്ര. ട്രേഡ് ഓഫ് സ്റ്റോക്ക്, കോർപ്പറേറ്റ് ഫിനാൻസ്, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒറിജിനേറ്റ് ചെയ്തത് ജർമ്മനിയിലാണ്. ഇതിനെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്നും വിളിക്കാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ ബാങ്ക് പ്രൊവൈഡ് ഫിക്സഡ് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫോർ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടാണ് ഇത് ഫിക്സഡും അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് അറിയപ്പെടുന്നത്. പബ്ലിക് ബാങ്ക്, ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ബാങ്കാണ് പബ്ലിക് ബാങ്ക് എന്നറിയപ്പെടുന്നത്. പ്രൈവറ്റ് ബാങ്ക്, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഓൺ ചെയ്യുന്ന ബാങ്കാണ് പ്രൈവറ്റ് ബാങ്ക്സ്. പബ്ലിക് ബാങ്ക്സ് ആർ ഗവൺമെൻറ് ഓൺഡ് ബാങ്ക്സ്. പ്രൈവറ്റ് ബാങ്ക്സ് ആർ ഓൺഡ് ബൈ എ പേഴ്സൺ ഓർ ബൈ ഷെയർ ഹോൾഡേഴ്സ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, in this system unit banks are linked with the bigger banks by a system called correspondent banking system. നേരത്തെ യൂണിറ്റ് ബാങ്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റ് ബാങ്ക്സ് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന വലിയ ബാങ്ക്സിനെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിനെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ദ ബിഗർ ബാങ്ക്സ് വിത്ത് വിച്ച് ഡിപ്പോസിറ്റ്സ് ആർ മെയ്ഡ് ആർ കോൾഡ് കറസ്പോണ്ടൻറ്റ് ബാങ്ക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ബാങ്ക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ ബാങ്കുകളെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. മിക്സഡ് ബാങ്കിങ്, ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ജർമ്മനിയിലാണ്. മിക്സഡ് ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് ദ ബാങ്ക്സ് കമ്പൈൻ ബോത്ത് ദ ഡിപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. ഡിപ്പോസിറ്റ് ബാങ്കിങ്ങും ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റമാണ് മിക്സഡ് ബാങ്കിങ് എന്ന് അറിയപ്പെടുന്നത്. കോമ്പിനേഷൻ ഓഫ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കസ്റ്റമർ. അപ്പോൾ ഇവിടെ വരുന്നത് ഷോർട്ട് ടേം ബേസിസിൽ വരുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവും, ലോങ് ടേം ബേസിസിൽ വരുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവും. കൊമേഴ്ഷ്യൽ ബാങ്ക്സൊക്കെ ഈ മിക്സഡ് ബാങ്കിങ്ങിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നാരോ ബാങ്കിങ് റെഫേഴ്സ് ടു ലിമിറ്റഡ് ബാങ്കിങ് ആക്ടിവിറ്റീസ്. The banks do only mobilization of deposits, lend or invest within a particular region. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലിമിറ്റഡ് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ലെൻഡിങ് ഓഫ് മണി മാത്രമായിട്ട് ഉള്ള ബാങ്കുകളെയാണ് നാരോ ബാങ്കിങ് എന്നറിയപ്പെടുന്നത്. ക്രെഡിറ്റ് യൂണിയൻസ്, they are essentially non-profit financial institutions which charge much lower fee than other banks. They are ideal for lower income individuals and business. They are controlled by an elected board of directors. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ
സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ലോവർ ഇൻകം ഉള്ള ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും ഒക്കെ മണി ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ബാങ്കിലുള്ള ഫീനേക്കാട്ടിൽ കുറഞ്ഞ റേറ്റിൽ മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ക്രെഡിറ്റ് യൂണിയൻസ് എന്ന് അറിയപ്പെടുന്നത്. ഷാഡോ ബാങ്ക്സ്, they are unregulated credit intermediation. They are referred to as market based lending. ഇതൊരു അൺറെഗുലേറ്റഡ് ബാങ്ക് എന്ന് നമുക്ക് പറയാം. റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ RBIയുടെ അണ്ടറിൽ RBIയുടെ ലൈസൻസ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് റെഗുലേറ്റഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് അൺറെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് RBIയുടെ അണ്ടറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത് മണി ലെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബാങ്ക്, അങ്ങനെ ഒരു സ്ഥാപനം അങ്ങനെയൊന്നും ഉണ്ടാവാതെ പ്രവർത്തിക്കുന്ന തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഷാഡോ ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓൺലൈനിലായിട്ട് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് റെഗുലേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് മണി ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഇത്തരം ഓൺലൈനായിട്ട് നമുക്ക് വായ്പയൊക്കെ തരുന്ന തരം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഷാഡോ ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. സേവിങ്സ് ആൻഡ് ലോൺ അസോസിയേഷൻസ് ഓർ ത്രിഫ്റ്റ് ബാങ്ക്. They are mutually owned financial institution that offer mortgage loan using deposit savings called thrift banking. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഓഫർ ചെയ്യും, അതുപോലെ തന്നെ മോർഗേജ് ലോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ത്രിഫ്റ്റ് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓഫ് ഷോർ ബാങ്ക്. ദീസ് ബാങ്ക്സ് ആർ റെഗുലേറ്റഡ് അണ്ടർ ഇൻ്റർനാഷണൽ ബാങ്കിങ് ലൈസൻസ്, ഓഫൺ കോൾഡ് ഓഫ് ഷോർ ലൈസൻസ്. ഇൻ്റർനാഷണൽ ബാങ്കിങ് ലൈസൻസോടുകൂടി റെഗുലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഓഫ് ഷോർ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ചലഞ്ചർ ബാങ്ക്സ്. They challenging traditional format of banking. They are established in UK. They are regulated banks with no physical existence. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത എന്നാൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബാങ്ക്സ് ആണ് ചലഞ്ചർ ബാങ്ക്സ് എന്ന് പറയുന്നത്. ചലഞ്ചർ ബാങ്ക് എന്ന് വിളിക്കുന്നതിന് കാരണം നമുക്ക് ട്രഡീഷണലായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ബിൽഡിങ്, അവിടെ കുറേ എംപ്ലോയീസ്, അങ്ങനെ നടന്നു പോകുന്ന ഒരു ബാങ്കിനെയാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ എന്നാൽ റെഗുലേറ്റഡ് ആയിക്കൊണ്ട് തന്നെ ബാങ്കിൻ്റെ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന തരം ബാങ്ക്സിനെയാണ് ചലഞ്ചർ ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. എക്സ്ചേഞ്ച് ബാങ്ക്സ്. ദേ മോസ്റ്റ്ലി ഫിനാൻസ് ടു ഫോറിൻ ട്രേഡ്. ദേ അക്സെപ്റ്റ് ആൻഡ് കളക്ട് ഫോറിൻ ബിൽ മെയിനായിട്ട് ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ട്, ഫോറിൻ ബില്ല് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരുവിധം പ്രധാനപ്പെട്ടിട്ടുള്ള ബാങ്കിങ് സിസ്റ്റംസ് എല്ലാം. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിയിട്ട് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് മെയിനായിട്ടും അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മണി ലെൻഡ് ചെയ്യുന്ന ബാങ്കുകളാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഷോർട്ട് ടേം ബേസിസിലാണ് മണി ലെൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ബാങ്ക്സ് എന്നും അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്സ് എന്നും കൂടി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ വിളിക്കാം. RBI ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് അവർക്ക് മണി ലെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ മണി ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ ക്രിയേറ്റേഴ്സ് ഓഫ് മണി എന്നും വിളിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഏജൻസി ഹൗസസ് എന്നും അറിയപ്പെട്ടിരുന്നു. ഷെഡ്യൂൾഡ് ബാങ്ക്സും അതുപോലെ തന്നെ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കൂട്ടത്തിൽ വരും. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ RBI ആക്ടിൽ സെക്കൻഡ് ഷെഡ്യൂൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നത്. റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറ്റിയിട്ട് നോക്കാം. ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ പ്രധാനമായിട്ടും പ്രൈമറി ഫങ്ഷൻസ് എന്നും സെക്കൻഡറി ഫങ്ഷൻസ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രൈമറി ഫങ്ഷൻസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ഗ്രാൻഡിങ് അഡ്വാൻസസ്. സെക്കൻഡറി ഫങ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഏജൻസി ഫങ്ഷൻസ് എന്നും യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്നും. അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സേവിങ്സ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, റെക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ഇതുകൂടാതെ കാസ അക്കൗണ്ട്, BSBDA അക്കൗണ്ട്, ഫ്ലെക്സി അക്കൗണ്ട്, PMJDY അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ഇൻ്റർനാഷണൽ കറണ്ട് അക്കൗണ്ട്, ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഗ്രാൻഡിങ് അഡ്വാൻസസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. സെക്കൻഡറി ഫങ്ഷൻസിൻ്റെ ഡിവിഷനായിട്ടുള്ള ഏജൻസി ഫങ്ഷനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം: കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽസ് ആൻഡ് ഡ്രാഫ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺ, ഇൻഷുറൻസ് പ്രീമിയം, കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ആക്ടിംഗ് ആസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ, എക്സെട്ര. സെക്കൻഡറി ഫംഗ്ഷനായിട്ടുള്ള യൂട്ടിലിറ്റി ഫംഗ്ഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം: സേഫ് ഗാർഡ് ഓഫ് വാല്യുബിൾസ്, പ്രൊവൈഡിംഗ് സേഫ്റ്റി ലോക്കർ, ലീസ് ഫിനാൻസിങ്, ട്രാവലേഴ്സ് ചെക്ക്, മർച്ചൻറ്റ് ബാങ്കിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നിങ്ങനെ നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷനെയും ഡിവൈഡ് ചെയ്യാം. നമുക്കിനി ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുൻപായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ഡിവിഷൻസും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം.
അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നത്, അതുപോലെ ഗ്രാൻഡിങ് അഡ്വാൻസസിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഏജൻസി ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഏജൻസി ഫംഗ്ഷൻസ് അല്ലാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്ന ഹെഡിങ്സ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് നോക്കി വെക്കണം. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സിൻ്റെ അണ്ടറിൽ നമ്മൾ പലതരത്തിലുള്ള ഡിപ്പോസിറ്റ്സിൻ്റെ പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഡിപ്പോസിറ്റ്സ് ബാങ്ക് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ക്യാഷ് ക്രെഡിറ്റ് പറഞ്ഞു, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ലോൺസ് ഉണ്ട്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നത് ബാങ്ക് കസ്റ്റമറിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏജൻസി ഫംഗ്ഷൻ എന്നും യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്നും രണ്ടായിട്ടാണ് സെക്കൻഡറി ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏജൻസി ഫംഗ്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ചെക്ക്, ബില്ല്, ഡ്രാഫ്റ്റ് ഇതൊക്കെ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത്, പിന്നെ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺ, ഇൻഷുറൻസ് പ്രീമിയം, കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഏജൻസി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഫംഗ്ഷൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സേഫ് ഗാർഡ് ഓഫ് വാല്യുബിൾസ്. ഇപ്പോൾ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സേഫ് ആക്കി നമുക്ക് ലോക്കറിലൊക്കെ വെക്കുന്ന ലോക്കർ ഫെസിലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലീസ് ഫിനാൻസിങ്, ട്രാവലേഴ്സ് ചെക്ക്, മർച്ചൻറ്റ് ബാങ്കിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഫാക്ടറിങ്, ഇതൊക്കെ നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻസിൻ്റെ അണ്ടറിൽ പറയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ ലീസ് ഫിനാൻസിങ് നമ്മൾ കേട്ടിട്ടുണ്ട്, പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഒരു പേയ്മെൻറ്റിന് പകരമായിട്ട് അസറ്റിൻ്റെ ഉടമ മറ്റൊരാൾക്ക് അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം നൽകുന്ന ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഫിനാൻസിങ് ഓപ്ഷനാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ ഉള്ള സർവീസസ് ബാങ്കിൽ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ കാണും, അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ട്രാവലേഴ്സ് ചെക്കിൻ്റെ കാര്യം പറഞ്ഞു. ട്രാവലേഴ്സ് ചെക്ക് ഈസ് എ ഫിക്സഡ് ഡിനോമിനേഷൻ നോട്ട് ഇഷ്യൂഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് for facilitating international travelers to carry and pay traveling costs safely in their travel. ഹാർഡ് കറൻസിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മീഡിയമാണ് ട്രാവലേഴ്സ് ചെക്ക്. ഇപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്രയും ഫ്ലൂയിഡ് ക്യാഷ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസിൻ്റെയൊക്കെ കാര്യം കൊണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാവലേഴ്സ് ചെക്ക്. മെർച്ചൻറ്റ് ബാങ്കിങ് എന്താണെന്ന് നോക്കാം. Merchant banking is a professional service provided by the merchant banks to their customers considering their financial needs for adequate consideration in the form of fee. മെർച്ചൻറ്റ് ബാങ്കിങ്ങിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് കൺസിഡർ ചെയ്തിട്ട് ഫീസിൻ്റെ രൂപത്തിൽ അവർക്ക് മതിയായിട്ടുള്ള പരിഗണനയ്ക്കായിട്ട് നൽകുന്ന ഒരു പ്രൊഫഷണൽ സർവീസാണ് മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. വൻകിട കോർപ്പറേറ്റുകൾക്ക് ഫണ്ട് റേസിങ്ങിനും ഫിനാൻഷ്യൽ അഡ്വൈസിങ്ങിനും ലോൺ സർവീസിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് മെർച്ചൻറ്റ് ബാങ്കുകൾ. മെർച്ചൻറ്റ് ബാങ്ക്സിൻ്റെ സേവനം കിട്ടുന്നത് സാധാരണ ജനങ്ങൾക്കല്ല, അത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനാണ് അവരുടെ സഹായമൊക്കെ ലഭിക്കുക. ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ പേയ്മെൻറ്റ് മെക്കാനിസം യൂസ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ടു ഗ്യാരണ്ടി പേയ്മെൻറ്റ് ടു എ സെല്ലർ ഫ്രം എ ബയർ. ബയ്യറിൻ്റെ ബാങ്ക് സെല്ലറിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടിയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സെല്ലർ ബയറിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന റിക്വയർഡ് ഡോക്യുമെൻറ്റേഷനൊക്കെ എക്സ്പോർട്ടേഴ്സ് ബാങ്കിൽ ഹാജരാക്കും. ബാങ്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് സെല്ലറിന് വേണ്ടുന്ന ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യും. ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ ബെനിഫിറ്റ് ബയറിനെയും സെല്ലറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബയർ സെല്ലറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം ബയർ ആവശ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് എത്തിയിട്ടുള്ളതെന്ന് ഉറപ്പാക്കാനും കൂടെ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമുക്ക് ഉപയോഗിക്കാം. എക്സാമിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എക്സ്പോർട്ടറിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അപ്പം ബാങ്കിന് ഓരോ കേസിനും ബാങ്കിന് പറയുന്ന നെയിമും അതുപോലെ തന്നെ കസ്റ്റമറിന് പറയുന്ന നെയിമും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്ററും ക്രെഡിറ്ററുമാണ്. ഇവിടെ ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. ഡിപ്പോസിറ്റ് ബൈ കസ്റ്റമർ ക്യാഷ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കേസ്. ഈ കേസിൽ ക്യാഷ് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ബാങ്കർ അവിടെ ഡെപ്റ്ററും കസ്റ്റമർ അവിടെ ക്രെഡിറ്ററുമാണ്. ലോൺ ടു കസ്റ്റമർ, CC ടു കസ്റ്റമർ, ഓവർ ഡ്രാഫ്റ്റ് ടു കസ്റ്റമർ. അപ്പോൾ ഈ കേസിലൊക്കെ കസ്റ്റമർ തിരിച്ച് ആ ഒരു എമൗണ്ട് ബാങ്കിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ബാങ്കർ ക്രെഡിറ്ററും കസ്റ്റമർ ഡെപ്റ്ററുമാണ്.
കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽസ്. അപ്പോൾ ആ കേസിലൊക്കെ വരുമ്പോൾ ബാങ്കർ ഏജൻറ്റും കസ്റ്റമർ പ്രിൻസിപ്പളുമാണ്. ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്കർ ലെസ്സറും കസ്റ്റമർ ലെസ്സിയുമാണ്. അതുപോലെ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസിൻ്റെ കേസിൽ ബാങ്കർ ബെയിലിയും കസ്റ്റമർ ബെയിലറും ആണ്. പ്ലെഡ്ജിൻ്റെ കേസിൽ ബാങ്കർ പ്ലെഡ്ജിയും കസ്റ്റമർ പ്ലെഡ്ജറുമാണ്. മോർട്ട്ഗേജിൻ്റെ കേസിൽ ബാങ്കർ മോർട്ട്ഗേജിയും കസ്റ്റമർ മോർട്ട്ഗേജറുമാണ്. ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ ബാങ്കർ ഹൈപ്പോത്തിക്കേറ്റിയും കസ്റ്റമർ ഹൈപ്പോത്തിക്കേറ്ററുമാണ്. അസൈൻമെൻറ്റ്സിൻ്റെ കേസിൽ ബാങ്കർ അസൈനിയും കസ്റ്റമർ അസൈനറും ആണ്. നമ്മൾ ബാങ്കിൽ പോയ സമയത്ത് നമ്മൾ അവിടെ എന്തെങ്കിലും വെച്ച് മറന്നു. ഇപ്പം ചിലപ്പോൾ മിക്കവാറും നമുക്ക് വരുന്നതാണ് നമ്മൾ കുടയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പം ഐഡൻറ്റിറ്റി കാർഡ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബാങ്കിൽ വെച്ച് മറന്നു. അങ്ങനെയുള്ള കേസിൽ ബാങ്കർ ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറിയുമാണ്. ബെയിൽമെൻറ്റിൻ്റെ കേസിൽ ബാങ്കർ ബെയിലിയും കസ്റ്റമർ ബെയിലറുമാണ്. ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഡ്രാഫ്റ്റിൻ്റെ കേസിൽ ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. പേയി ഓഫ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ ബാങ്കർ ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറിയുമാണ്. ഇൻഡെംനിറ്റി എന്ന് പറയും, അത് നമുക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഇൻഷുറൻസ് ആ കേസിലൊക്കെ ആണെങ്കിൽ ബാങ്കർ ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയാം. കസ്റ്റമറിനെ ഇൻഡെംനിഫയർ എന്ന് നമുക്ക് പറയാം. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഷെയറിൻ്റെ കേസിൽ ബാങ്ക് ഏജൻറ്റും കസ്റ്റമർ പ്രിൻസിപ്പലും ആണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ വരുന്ന ടേംസ്. കറക്റ്റായിട്ട് ഓരോ കേസിലും ബാങ്കിന് പറയുന്ന ടീമും അതുപോലെ കസ്റ്റമറിന് പറയുന്ന ടീമും എന്താണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ടോപ്പിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്. 14 പ്രിൻസിപ്പിൾസാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ വരുന്നത്. ഈ ഓരോ പ്രിൻസിപ്പിളും അനുസരിച്ചാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ലിക്വിഡിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് സോൾവെൻസി, പ്രിൻസിപ്പിൾസ് ഓഫ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് കളക്ഷൻ ഓഫ് സേവിങ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊവൈഡിംഗ് സർവീസസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സീക്രസി, പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേണൈസേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് റിലേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിസിറ്റി. ഇതാണ് 14 പ്രിൻസിപ്പിൾസ് വരുന്നത്. ഫസ്റ്റ് പോയിൻ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിക്വിഡിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് ലിക്വിഡിറ്റിയിൽ പറയുന്നത് ബാങ്കിൽ ഒരു സഫിഷ്യൻ്റ് എമൗണ്ട് ലിക്വിഡ് ക്യാഷായിട്ട് ഉണ്ടായിരിക്കണം. നമുക്കറിയാം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് 2 തരത്തിലാണ് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഒന്ന് ടൈം ഡിപ്പോസിറ്റും ഒന്ന് ഡിമാൻഡ് ഡിപ്പോസിറ്റും. ടൈം ഡിപ്പോസിറ്റ് നമുക്കറിയാം ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് നമ്മളത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതാ ഫിക്സഡ് ടൈം കഴിയുമ്പോഴാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടേണ്ടത്. പക്ഷേ ഡിമാൻഡ് ഡിപ്പോസിറ്റ് അങ്ങനെയല്ല. കസ്റ്റമർ എപ്പോൾ ആവശ്യപ്പെട്ടാലും ബാങ്ക് അത് കൊടുക്കേണ്ട ഒരു കടമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് എപ്പോഴും ബാങ്കിൽ ലിക്വിഡ് ക്യാഷായിട്ട് ഉണ്ടായിരിക്കണം. ആ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. നമുക്കറിയാം ഏതൊരു കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസും വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാങ്കിൽ ഓരോ കസ്റ്റമറിനും വേണ്ടുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ അവിടുത്തെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റബിലിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സോൾവെൻസി. നമുക്കറിയാം ഏതൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാനാണെങ്കിലും അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് അവർക്ക് ഉണ്ടായിരിക്കണം, പിന്നെ റിക്വയർഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കുകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു റിക്വയർഡ് എമൗണ്ട് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ റിക്വയർഡ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോൾവെൻസിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി. നമുക്കറിയാം ബാങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും ഡിപ്പോസിറ്റ് വാങ്ങി ആ ഒരു ക്യാഷ് കൊണ്ടാണ് ബാങ്ക് റൺ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഡിപ്പോസിറ്റിനും അവിടെ സേഫ്റ്റി ഉണ്ടായിരിക്കണം. ഇനി ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് കസ്റ്റമറിന് ലോൺ കൊടുക്കുന്ന സമയത്ത് ആ കസ്റ്റമറിന് അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഡോക്യുമെൻറ്റ്സ് വൈസ് ചെക്ക് ചെയ്യേണ്ട ബാധ്യതയും ആർക്കുണ്ട്? ബാങ്കിനുണ്ട്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങുന്ന കസ്റ്റമറിന് ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ബാങ്കിനുണ്ട്. അപ്പോൾ അവരുടെ ലോക്കർ ഫെസിലിറ്റീസിലാണെങ്കിലും അല്ലെങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റിനാണെങ്കിലും നമ്മൾ വേണ്ടുന്ന സേഫ്റ്റി കൊടുക്കുക. അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി ഓർ സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് കളക്ഷൻ ഓഫ് സേവിങ്സ്. ഏതൊരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ അവരുടെ ബിസിനസ് മാക്സിമം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ബാങ്കിനെ സംബന്ധിച്ചും മാക്സിമം കസ്റ്റമേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളതാണ് അവർക്ക് അവരുടെ ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴി. അപ്പം മാക്സിമം സേവിങ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കളക്ഷൻ ഓഫ് സേവിങ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി.
ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് സ്ട്രോങ് ആയിട്ടുള്ള ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഉണ്ടായിരിക്കണം. ബാങ്ക് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇതേറെ അത്യാവശ്യമാണ്. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമി, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് നമ്മൾ പറഞ്ഞു ഡിപ്പോസിറ്റ് സ്വീകരിക്കാം, അതുപോലെ തന്നെ നല്ല ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആ ബാങ്കിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അതിനുള്ള വേസിലൂടെയൊക്കെ തന്നെ നമുക്ക് ആ ബാങ്കിൻ്റെ എക്സ്ട്രാ വരുന്ന എക്സ്പെൻസസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിയിൽ വരുന്നത്. മാക്സിമം പ്രോഫിറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ഡിപ്പോസിറ്റൊക്കെ കൂട്ടുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവിടെ വരുന്ന എക്സ്പെൻസ് കുറയ്ക്കുന്നതിലൂടെ നമുക്കവിടെ പ്രോഫിറ്റ് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്, ബാങ്കിലെത്തുന്ന കസ്റ്റമേഴ്സിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ബാങ്കിൽ ബിസിനസ്സും ഇൻക്രീസ് ചെയ്യാനായിട്ടും അതുവഴി അതിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. പ്രിൻസിപ്പിൾസ് ഓഫ് സീക്രസി, ബാങ്കും കസ്റ്റമറും തമ്മിലുള്ളൊരു ലീഗൽ എഗ്രിമെൻ്റാണിത്. കസ്റ്റമറിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പുറത്ത് പോകില്ല എന്നുള്ളത്. പക്ഷേ ലീഗലായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ ലീഗലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിന് ബാങ്കിന് കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നൽകാം. അതല്ലാതെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് പോകില്ല എന്നുള്ളതാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സീക്രസിയിലൂടെ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേണൈസേഷൻ, ഓരോ ദിവസവും ടെക്നോളജീസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമുക്ക് ബാങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാവുന്ന സർവീസും അതനുസരിച്ച് തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ, നമുക്കറിയാം ഏതൊരു ഫേമിലും അതിൻ്റെ ഫങ്ഷൻസ് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഫങ്ഷൻസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഒഫീഷ്യലിനെ ആയിരിക്കും ആ ഓരോ സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ബാങ്കിലും അവരുടെ ഓരോ ഫങ്ഷൻസും ഡിവൈഡ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കണം ഓരോ പോസ്റ്റിലേക്ക് നിയമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് നന്നായിട്ട് പ്രവർത്തിക്കാനും കസ്റ്റമറിന് നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കേഷൻ, ഏതൊരു ബിസിനസ്സിനും അതിൻ്റെ ലൊക്കേഷൻ പ്രധാനമാണ്. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിലും നല്ല ആളുകൾ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ മാത്രമേ അതിന് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പം ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കേഷനിൽ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിലേഷനിൽ നമ്മൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അത് സഹായിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിസിറ്റി, നമുക്കറിയാം ഏതൊരു സ്ഥാപനം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിലും അവിടെ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് എത്താനായിട്ട് ഏതൊരു സ്ഥാപനമാണെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയസിലോ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബാങ്കിനും എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ നമുക്കല്ലാതെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. പിന്നെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ തന്നെ കസ്റ്റമേഴ്സ് വഴി നമുക്ക് കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സ് എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിസിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഈ 14 പ്രിൻസിപ്പിൾസും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഒരു മൊഡ്യൂളിൽ ഇനി ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നുള്ള ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം.